ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഏറെക്കാലമായി കാത്തിരുന്ന ഒന്നായിരുന്നു F-16. ഈ F-16 ഇന്ന് വരും, നാളെ വരും, ഒരു മാസത്തിൽ വരും, 2 മാസത്തിൽ വരും, ഒരാഴ്ചയിൽ വരും, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ എപ്പോഴെല്ലാമാണോ F-16നെ കുറിച്ച് ഉക്രൈന്റെ അധികാരികളോട് ചോദിക്കുന്നത്, അപ്പോഴെല്ലാം അവരുടെ മറുപടി എന്നത് വരും വരും വരും, ഇത് മാത്രം. സത്യത്തിൽ ഇപ്പോൾ F-16 ഉക്രൈനിലേക്ക് വന്നിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് ഡൊണേറ്റ് ചെയ്ത ആദ്യത്തെ സെറ്റ് ഓഫ് വിമാനങ്ങൾ ഉക്രൈനിൽ തറയിറങ്ങിയിട്ടുണ്ട്, ഉക്രൈനിൽ വന്നു ചേർന്നു. ഇപ്പോൾ ഉക്രൈനിൽ എത്ര വിമാനങ്ങൾ വന്നു, ഈ വിമാനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപയോഗം എങ്ങനെയായിരിക്കും, ഇതിനെ കൗണ്ടർ ചെയ്യാൻ റഷ്യയുടെ മെത്തേഡ്സ് എന്തെല്ലാം. സത്യത്തിൽ ഉക്രൈൻ ഇതൊരു വലിയ അസറ്റായി മാറാൻ പോവുകയാണോ? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ കാണാം. അതുമാത്രമല്ല, എത്ര വിമാനങ്ങൾ വന്നു, എത്ര പൈലറ്റ്സ് വന്നു എന്നുള്ളതും ഈ വീഡിയോയിലൂടെ വിശദമായി കാണാം. മിഡിൽ ഈസ്റ്റ് സംഘർഷം അധികമായിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് റഷ്യ ഉക്രൈൻ യുദ്ധവും അല്പം ചൂടുപിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപൊരു കാര്യം പറഞ്ഞിരുന്നു. റഷ്യ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്വാം ഡ്രോൺ അറ്റാക്ക്, 80-ൽ കൂടുതൽ ഡ്രോൺസിനെ ഒരു സമയത്ത് കീവിനെ നോക്കി അയക്കുകയും ഒരു ആക്രമണം നടത്തുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഇത്രയും പ്രശ്നങ്ങൾ പോകുന്നുണ്ട്, അതിനെക്കുറിച്ച് സംസാരിക്കാതെ ഇതിനെക്കുറിച്ച് എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. എങ്കിലും ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം F-16 എന്നത് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പ്രധാനപ്പെട്ട വഴിത്തിരിവാണ്. ഒരു യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് നമ്മൾ പറയും, അതുപോലെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ് ഈ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ F-16ന്റെ വരവെന്നത്. ഉക്രൈനിൽ F-16 വന്നുവെന്ന് ലിത്വേനിയയുടെ ഫോറിൻ മിനിസ്ട്രിയും ഒരു കാര്യം ഉറപ്പുവരുത്തി. അതുകൂടാതെ അസോസിയേറ്റഡ് പ്രസ്, ബ്ലൂംബർഗ്, വാഷിംഗ്ടൺ പോസ്റ്റ് ഇവർ എല്ലാവരും ഒരു കാര്യം കൺഫേം ചെയ്തു. അമേരിക്കയുടെ സഹായത്തോടുകൂടി പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും ഡൊണേറ്റ് ചെയ്ത F-16ന്റെ ആദ്യത്തെ ബാച്ച് ഉക്രൈനിൽ ഗ്രൗണ്ടായി. എന്നാൽ ഇതിനെക്കുറിച്ച് ഉക്രൈൻ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഇതുവരെയും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഉക്രൈന്റെ ആർമഡ് ഫോഴ്സ് ചീഫ് ഒരു കാര്യം ഉറപ്പുവരുത്തി, ഇപ്പോ ഞങ്ങളുടെ പക്കൽ ഇങ്ങനെ ഒന്നും ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കുന്നതും പറയുന്നതും എല്ലാം ശരിയാണ്, എന്നാൽ ഈ F-16നെ കുറിച്ച് ഇപ്പോ ഞങ്ങൾ സംസാരിക്കാൻ തയ്യാറല്ല. ചില സെക്യൂരിറ്റി റീസൺസ് കാരണമാണ്. കാരണം അടുത്തു വരാൻ പോകുന്നത് F-16 എവിടെ വച്ചിരിക്കുന്നു എന്ന ചോദ്യങ്ങളായിരിക്കും. അതിനാൽ ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കരുത്, എത്രയും പെട്ടെന്ന് ഗവൺമെന്റിന്റെ പക്കൽ നിന്നും ഔദ്യോഗികമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കുക എന്ന് ആ ഒരു കാര്യം മാത്രം പറഞ്ഞു. ഇപ്പോൾ ഒരു കാര്യം ഉറപ്പായി, F-16 ഉക്രൈനുള്ളിൽ ലാൻഡായി. അങ്ങനെയാണെങ്കിൽ ഏത് നാടിന്റെ പക്കൽ നിന്നാണ് ഈ വിമാനം വന്നു എന്ന് നോക്കിയാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒരുപാട് നാടുകൾ ഉക്രൈനെ സഹായിച്ചാലും ചില നാടുകൾ, പ്രധാനമായും സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ, ഫിൻലാൻഡ് പോലുള്ള നാടുകളാണ് ഉക്രൈൻ ഈ വിമാനങ്ങൾ നൽകാൻ മുന്നിട്ട് വന്നത്. ഇതിൽ നോർവേയിലുള്ള വിമാനങ്ങളാണ് ഉക്രൈൻ ഇപ്പോൾ ലഭിച്ചതായും പറയുന്നു. എത്ര വിമാനങ്ങൾ ഉക്രൈനിൽ ഇറങ്ങി, അത് ഓപ്പറേറ്റ് ചെയ്യാൻ എത്ര പൈലറ്റ് റെഡിയായി, ഈ ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതിനുള്ള ഉത്തരം ഒരു 3 മുതൽ 5 വിമാനം, മിനിമം 3 വിമാനം വന്നിട്ടുണ്ട്. കൂടിപ്പോയാൽ ആ വിമാനങ്ങളുടെ എണ്ണം 6 കഴിഞ്ഞു പോകില്ല. കാരണം അമേരിക്കയുടെ സഹായത്തോടുകൂടി ഇത്രയും ദിവസം നാറ്റോ കൺട്രീസിലും യൂറോപ്യൻ യൂണിയനിലും ഈ ഉക്രൈന്റെ പൈലറ്റ്സ് F-16 ഓപ്പറേറ്റ് ചെയ്യാനുള്ള ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. അതിൽ ഫുള്ളി ട്രെയിൻഡ് പൈലറ്റ്സ് ആയവർ, അമേരിക്ക പറയുന്ന ആ കാറ്റഗറി എല്ലാം കംപ്ലീറ്റ് ചെയ്ത് 6 പേരെ അകത്തേക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തം 6 പേർ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അവരുടെ ഒരു സർട്ടിഫിക്കേഷൻ ലെവൽ കംപ്ലീറ്റ് ചെയ്ത് മുഴുവൻ ട്രെയിനിങ് അവസാനിച്ച ഒരു 6 പേർ, അടുത്ത ഘട്ടമായി രണ്ടാമത്തെ സ്റ്റേജിലുള്ള ഒരു 3 പേർ, മൊത്തം 9 പേർ ഇപ്പോൾ ഉക്രൈനിലേക്ക് F-16 വിമാനങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാനായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് എല്ലാം അവസാനിച്ചല്ലോ, F-16 അകത്തേക്ക് വന്നെങ്കിൽ അവർക്കതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുമല്ലോ എന്നൊരു ചോദ്യം വരാം. അതിന് മുൻപൊരു ചെറിയ ഡേറ്റാബേസ് നോക്കാം. പൊതുവെ അമേരിക്കയുടെ യുദ്ധവിമാനങ്ങൾക്കുള്ള ട്രെയിനിങ് മാസക്കണക്കിലൊന്നും അവസാനിക്കില്ല. ഉദാഹരണത്തിന് പറഞ്ഞാൽ F-16 തന്നെ അമേരിക്കയുടെ പൈലറ്റ്സ് ആരെങ്കിലും മുഴുവനായും ഈ വിമാനത്തെ പ്രവർത്തിപ്പിക്കാനുള്ള യോഗ്യത ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ മിനിമം 35 വർഷത്തിൽ കൂടുതൽ ട്രെയിനിങ് അവർക്ക് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഒരു സർട്ടിഫൈഡ് പൈലറ്റ്സ് അവരെ അംഗീകരിക്കുകയുള്ളൂ, ഈ F-16 ഓപ്പറേറ്റ് ചെയ്യാൻ അവരെ അനുവദിക്കുകയുള്ളൂ. ബേസിക് മുതൽ എക്സ്പേർട്ട് ലെവൽ വരെയും ട്രെയിനിങ് എടുക്കണം. അതിന് 35 മാസങ്ങളെങ്കിലും ആകും ആ ഒരു വിമാനം മുഴുവനായും പറപ്പിക്കാൻ. എന്നാൽ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ചേർന്ന് വെറും 9 മാസത്തിൽ ഈ പൈലറ്റ്സിന് ട്രെയിനിങ് കൊടുക്കുന്നു. ഈ സമയം എന്നത് വളരെ കുറവാണ്, എങ്കിലും അവരെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ല. റഷ്യയുടെ യുദ്ധതന്ത്രങ്ങൾ എന്നത് ഒരു ഭാഗത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ആ ഭൂമി പിടിച്ചെടുക്കൽ തന്ത്രം, ആ റേഷ്യോ എന്നതും കഴിഞ്ഞ 3 മാസത്തിൽ വളരെ കൂടിയിട്ടുണ്ട്. ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ ഈ 34-35 മാസം എന്നത് തീർച്ചയായും ഇവരെ കൊണ്ട് താങ്ങാൻ കഴിയില്ല. അതിനാൽ എത്രയും പെട്ടെന്ന് നമ്മുടെ പൈലറ്റ്സിനെ ട്രെയിനിങ് കൊടുത്ത് അകത്തേക്ക് അയക്കണം എന്ന കാരണം കൊണ്ട് ഇത്രയും കുറഞ്ഞ സമയത്തിൽ ട്രെയിനിങ് കൊടുത്ത് അകത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3 വിമാനം വന്നു, ആവറേജ് ഒരു 3 അല്ലെങ്കിൽ 5 എന്നും പറയാം. ഈ വിമാനങ്ങൾ അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്ന ഈ വിമാനങ്ങൾക്ക് പ്രധാനമായിട്ടുള്ള ജോലി എന്തായിരിക്കും?
ഈ ഉക്രൈന്റെ F-16 എന്ത് ജോലി നൽകുമെന്ന് ചോദിച്ചാൽ ഇപ്പോ അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് ആരും പറയില്ല, സെക്യൂരിറ്റി റീസൺസ് കാരണം. എന്നാൽ അതേസമയം F-16 ജോലികളൊന്നും ചെയ്യിപ്പിക്കാതെ അങ്ങനെ വച്ചിരിക്കാനും സാധിക്കില്ല. ഇപ്പൊ ഒരു വിമാനത്തെ അകത്തേക്ക് അയക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് 3 റോൾ ഉണ്ടായിരിക്കും. ആദ്യത്തെ കാര്യം റഷ്യയുടെ മിസൈൽസിനെയും ഡ്രോൺസിനെയും വെടിവെച്ച് വീഴ്ത്തുക. രണ്ടാമത്തേത് റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ സാച്ചുറേറ്റ് ചെയ്യുക, എയർ ഡിഫൻസ് സിസ്റ്റത്തെ ടാർഗറ്റ് ചെയ്ത് അതിനെ നശിപ്പിക്കുക. അതുകൂടാതെ മൂന്നാമത്തെ കാര്യം സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ ലോഞ്ച് ചെയ്യുക. ഇവ 3മാണ് ഉക്രൈന്റെ F-16 പ്രൈമറിയായി കൊടുക്കുന്ന ജോലികൾ. ഇതിനുള്ള കാരണവും ഞാൻ പറയാം. ആദ്യത്തെ കാര്യം റഷ്യയുടെ മിസൈൽസിനെ വെടിവെച്ച് വീഴ്ത്തുക. ഇപ്പൊ എത്ര തന്നെ റഷ്യയുടെ മിസൈൽസിനെതിരെ ഉക്രൈന്റെ പക്കൽ പാട്രിയോട്ട്, S-300, IRIS ഇങ്ങനെ പല അത്യാധുനിക മിസൈൽ പ്രതിരോധ സിസ്റ്റം ഉണ്ടെങ്കിലും റഷ്യയുടെ ഡ്രോൺ ആക്രമണം അല്ലെങ്കിൽ റഷ്യയുടെ മിസൈൽ ആക്രമണത്തെയോ ഇവരെ കൊണ്ട് കൂടുതൽ എഫക്റ്റീവായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് ഒരു ഉദാഹരണമാണ് അടുത്തിടെ കീവിൽ ഉക്രൈന്റെ തലസ്ഥാനത്തിൽ നടന്ന സ്വാം ഡ്രോൺ ആക്രമണം. ആ ഒരു സ്ഥാനത്ത് ഇവർക്ക് F-16 ഉണ്ടായിരുന്നെങ്കിൽ റഷ്യയുടെ മിസൈൽസിനെ എല്ലാം ഇവരെ കൊണ്ട് നശിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. പ്രധാനമായും ഈ കീ വാല്യൂ ടാർഗറ്റ്സിനെ നോക്കി വരുന്ന മിസൈൽസ്, ഉക്രൈന്റെ ഏതെങ്കിലും പ്രധാനപ്പെട്ട പവർ പ്ലാന്റ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമാൻഡ് പോസ്റ്റ്, പ്രധാനപ്പെട്ട കമാൻഡ് സെന്റർ അല്ലെങ്കിൽ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ഇങ്ങനെയുള്ള ടാർഗറ്റ്സിനെ ഏരിയൽ റൂട്ടിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഈ F-16 ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത്രയും ദിവസം ഉക്രൈന്റെ പക്കൽ MiG-29 ഉണ്ടായിരുന്നു, Su-27 ഉണ്ട്. ഈ വിമാനങ്ങളെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കാമല്ലോ. എന്തുകൊണ്ട് അവർ ഉപയോഗിച്ചില്ല എന്ന് ചോദിച്ചാൽ ഇത്രയും ദിവസം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ സോവിയറ്റ് റഷ്യ വിമാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ അമേരിക്ക നൽകുന്ന ഈ F-16 എന്നത് കൂടുതൽ അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റം ഉള്ളതാണ്. അതിൽ AGM-88 ഹൈ സ്പീഡ് ആന്റി റേഡിയേഷൻ മിസൈൽസ് അയക്കാൻ സാധിക്കും. ഒരുപാട് എയർ ടു എയർ മിസൈൽസ്, ഷോർട്ട് റേഞ്ച് മുതൽ മീഡിയം റേഞ്ച് വരെയുള്ള മിസൈൽസ് ഇവയെല്ലാം ഇതിൽ നിന്ന് ലോഞ്ച് ചെയ്യാൻ സാധിക്കും. റഷ്യൻ മിസൈൽസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഈ മിസൈൽസ് കൂടുതൽ പ്രവർത്തിക്കുമെന്ന ഒരു വിശ്വാസം ഉക്രൈനുണ്ട്. ഇത് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ കുഴപ്പത്തിലാക്കുക, അതിനെ നശിപ്പിക്കുക ലക്ഷ്യം വെച്ച്. സെപ്പറേഷൻ ഓഫ് എനിമി എയർ ഡിഫൻസ്. അകത്തെ ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം കൂടുതൽ ഉള്ള സ്ഥലത്ത് ആ എയർ സ്പേസിനുള്ളിൽ മറ്റു യാതൊരു വിമാനത്തിനും കയറാൻ സാധിക്കില്ല. അങ്ങനെ ഉള്ളപ്പോൾ അതിന് എതിരെ AGM-88 മിസൈൽ എന്നൊക്കെ ഞാൻ പറഞ്ഞു, ഇത് റേഡാറിനെതിരായ ഒരു മിസൈലാണ്. ഇതിനെ ഉപയോഗിച്ച് റഷ്യയുടെ S-300, S-400 ഇവയെ ലക്ഷ്യമിട്ട് ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത് അകത്തേക്ക് പോകുന്ന ഉക്രൈന്റെ വ്യോമസേനയ്ക്ക് ഈ എയർ ഡിഫൻസ് സിസ്റ്റം കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ സാധിക്കും. അല്ലെങ്കിൽ ഉക്രൈൻ അയക്കുന്ന മിസൈലുകളെ തടഞ്ഞു നിർത്താൻ റഷ്യയ്ക്കുമാകില്ല. ഇപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെതിരായും ഈ ഒരു F-16 വലിയൊരു റോൾ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈലാണ്. ഈ ഒരു മിസൈൽസിനെ സംബന്ധിച്ച് UK നൽകിയത് മാക്സിമം 250 കിലോമീറ്റർ റേഞ്ച് വരെയുമുണ്ട്. ഇപ്പോൾ റഷ്യക്കെതിരെ Su-27, Su-24 വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും ഈ F-16 ഉപയോഗിച്ച് വളരെ സേഫായ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് തന്നെ ക്രീമിയയിലേക്ക് അവർക്ക് മിസൈൽസ് അയക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ പ്രൈമറി ടാർഗറ്റ്സ് എന്നത് റഷ്യൻ ടെറിട്ടറിക്കുള്ളിൽ ആക്രമിക്കുക എന്നതിലുപരി, അതായത് യഥാർത്ഥ റഷ്യ ഉക്രൈൻ ബോർഡർ കഴിഞ്ഞ് റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ഒരു ആക്രമണം നടത്തുന്നതിലുപരി ക്രീമിയയെ വീണ്ടും സ്വതന്ത്രമാക്കുക, ക്രീമിയയെ വീണ്ടും തിരികെ കൊണ്ടുവരണം എന്നുള്ളതായിരിക്കും ഉക്രൈന്റെ പ്രധാന ലക്ഷ്യം. ഇവയെല്ലാം വച്ച് നോക്കുമ്പോൾ ഈ F-16 പ്രധാനമായും ശ്രദ്ധിക്കുന്നത് ക്രീമിയ ആയിരിക്കും. നിങ്ങൾ കാത്തിരുന്ന് തന്നെ കാണുക. F-16 മുഴുവനും വന്നതിന് ശേഷം ഈ വർഷം അവസാനത്തിനുള്ളിൽ ഒരു 10 വിമാനമെങ്കിലും നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട് വെസ്റ്റേൺ കൺട്രീസ് എല്ലാം ചേർന്ന്. ഇവയെല്ലാം അകത്തേക്ക് വരുമ്പോൾ ക്രീമിയ അടിസ്ഥാനമാക്കി മാത്രമായിരിക്കും ഈ F-16 ആക്രമണം നടക്കാൻ പോകുന്നത്. എന്നാൽ അതേസമയം അകത്തേക്ക് വരുന്ന റഷ്യയുടെ വിമാനങ്ങൾക്കെതിരെ ഈ വിമാനങ്ങൾ പ്രവർത്തിക്കില്ല, റഷ്യയുടെ ടെറിട്ടറിക്കുള്ളിൽ ആക്രമണം നടത്തില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ജോലി ആദ്യം ആക്രമിക്കേണ്ടത് ഇതായിരിക്കും, അത് കഴിഞ്ഞായിരിക്കും മറ്റുള്ളത്. അങ്ങനെ ഇവരുടെ മെയിൻ ടാർഗറ്റ് ക്രീമിയയിലായിരിക്കും. ഈ 3 കാര്യങ്ങളിലാണ് റഷ്യക്കെതിരെ ഈ F-16 പ്രവർത്തിക്കാൻ പോകുന്നത്. കൂടാതെ F-16 ഉപയോഗിക്കുന്നതിൽ ചില പ്രശ്നങ്ങളും ഉക്രൈനുണ്ട്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം റഷ്യയുടെ ആക്രമണത്തിന് F-16 താങ്ങുമോ എന്നുള്ളതാണ്. കാരണം F-16 നല്ല വിമാനമാണ്, ലോകം മുഴുവനും ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് നാടുകൾ ഉപയോഗിക്കുന്നുണ്ട്. നാറ്റോയുടെ ഫ്രണ്ട് ലൈൻ ഡിഫൻസ് ഒഫൻസീവ് വെപ്പൺ എന്ന് പറയാം. അത് ഉക്രൈന് നൽകി. എന്നാൽ എത്ര എണ്ണം നൽകി? എത്ര F-16 വേണം എന്ന് ചോദിച്ചതിന് സെലൻസ്കി പറഞ്ഞ മറുപടി 300 F-16 വേണമെന്നാണ്. എങ്കിൽ മാത്രമേ റഷ്യയെ ഞങ്ങളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ സാധിക്കൂ എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങൾ നൽകിയത് 3 മാത്രം, അദ്ദേഹം ചോദിച്ചത് 300 ആണ്. ഈ 3 വിമാനങ്ങൾ ഉപയോഗിച്ച് യുദ്ധത്തിന്റെ പോക്ക് മാറ്റാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കില്ല. ചില സ്ഥലങ്ങളിൽ ചില നഷ്ടങ്ങൾ വരുത്താൻ കഴിയും എന്നതല്ലാതെ
വലിയ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഉക്രൈനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പ്രധാനപ്പെട്ട ചില ആക്രമണങ്ങൾക്ക് വേണ്ടി ക്രീമിയ അടിസ്ഥാനമാക്കി മാത്രം ഈ F-16 വേണമെങ്കിൽ ഉപയോഗിക്കാം. രണ്ടാമത്തെ കാര്യം ട്രെയിൻഡ് പൈലറ്റ്സ് ആണ്. ഇപ്പോൾ അകത്തേക്ക് F-16 വിമാനം ഒരു മിഷന് വേണ്ടി പോകുന്നു. അതിനെ റഷ്യ വെടിവെച്ച് വീഴ്ത്തിയാൽ ആ വിമാനം മാത്രമായിരിക്കില്ല നഷ്ടപ്പെടുന്നത്, അതിലെ പൈലറ്റും കൂടി ആയിരിക്കും. അങ്ങനെ നോക്കിയാൽ ഈ സ്ഥലത്ത് ട്രെയിൻഡ് പൈലറ്റ്സ് വളരെ കുറവാണ്. അങ്ങനെയുള്ള പൈലറ്റ്സിൽ ഒരു 2-3 പേരെ നഷ്ടപ്പെടുത്തിയാൽ അതും ഉക്രൈന് വലിയ നഷ്ടമായിരിക്കും. ട്രെയിൻഡ് പൈലറ്റ്സിന്റെ എണ്ണം അങ്ങനെ കുറയാനൊരു സാഹചര്യം വരും. ഇത് രണ്ടാമത്തെ കാര്യം. മറ്റൊരു കാര്യം കൂടെ വരുന്നത് ഈ F-16 അനുസരിച്ച് അവരുടെ റേഡാർ യൂണിറ്റ്, റേഡാർ സ്റ്റേഷൻസ്, ഇതെല്ലാം ഉക്രൈൻ ഒരുപാട് മാറ്റം വരുത്തേണ്ടി വരും. ഉദാഹരണത്തിന് ഇന്ത്യയെ തന്നെ പറയാം. ഇന്ത്യ കൂടുതലും അമേരിക്കയുടെ പക്കൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നില്ല. കാരണം ഈ റേഡാർ സിസ്റ്റംസ് വെസ്റ്റേൺ കൺട്രീസിന്റെ വിമാനങ്ങളുമായി സംയോജിക്കുക എന്നുള്ളത് ഒരു സാധാരണ കാര്യമേ അല്ല. ഒരുപാട് സമയമെടുക്കുന്ന വളരെ പ്രയാസകരമായ ഒരു ജോലിയാണ്. പക്ഷെ അത്രത്തോളം ഒരു സമയം ഉക്രൈന് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഉക്രൈന് സമയം അധികം കിട്ടിയതേയില്ല. അതൊരു വലിയ പ്രശ്നമാണ്. മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ റൺവേ ആണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞു, ഈ F-16 സാധാരണ റഷ്യയുടെ വിമാനങ്ങൾ ടേക്ക് ഓഫ് ആകുന്നതിൽ നിന്നും കുറച്ച് നീളമുള്ള റൺവേ ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഉക്രൈൻ ഇതും ഒരു പ്രശ്നമാണ്. ഇവയ്ക്കെല്ലാം റഷ്യയുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? റഷ്യ ഇതിനെ എങ്ങനെ കൗണ്ടർ ചെയ്യും? നമ്മളിപ്പോൾ കണ്ടത് F-16 വന്നു, അത് എങ്ങനെയുള്ള മിഷനിലേക്ക് പോകും, റഷ്യക്കെതിരെ അതിനെ എങ്ങനെ ഉപയോഗിക്കും, ഈ F-16 ഉപയോഗിക്കുന്നതിൽ റഷ്യക്ക് എന്ത് പ്രശ്നം, ഇവയൊക്കെയാണ്. റഷ്യ ഇപ്പോൾ ഒരുപാട് റിവാർഡ്സ് അറിയിച്ചിട്ടുണ്ട്. F-16 വെടിവെച്ച് വീഴ്ത്തിയാൽ മില്യൺ കണക്കിന് നിങ്ങൾക്ക് റിവാർഡ് റൂബൽസ് നൽകാമെന്ന്. അതുമാത്രമല്ല, ഈ സ്ഥലത്ത് F-16 കൗണ്ടർ ചെയ്യാനായി റഷ്യ കളമിറക്കാൻ പോകുന്നത് 2 വിമാനങ്ങളെയാണ്. ഒന്ന് Su-30, മറ്റൊന്ന് Su-35. അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധക്കളം ചൂടുപിടിക്കാൻ പോവുകയാണ്. F-16 വേഴ്സസ് റഷ്യ. ഈ ഒരു യുദ്ധം പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ ആയുധങ്ങൾ, റഷ്യയുടെ ആയുധങ്ങൾ, ഇങ്ങനെ മറ്റൊരു വ്യത്യാസം ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പ്രധാനമായും F-16 ലോകത്തിലെ ഒരുപാട് പേർ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. എന്തിന് നമ്മുടെ ചാനലിലെ പലരും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഉക്രൈനിലെത്തി. ഈ F-16 ഈ യുദ്ധത്തിൽ എങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും കൊണ്ടുവരുന്നത്? ഇതിനെങ്ങനെ റഷ്യ കൗണ്ടർ ചെയ്യും? അല്ലെങ്കിൽ റഷ്യക്കെതിരെ ഇതിനെ എങ്ങനെ ഉക്രൈൻ ഉപയോഗിക്കാൻ പോകുന്നു? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.